സുജയ, ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൂരിക്കുഴി സ്കൂളിൻ്റെ സമീപത്തുള്ള ആളുകളാണ്, ആ സമീപവാസികളാണ്. അവർക്കും ഈ പ്രവീണിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ നിരവധിയുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? സതീഷ്. അമീൻ. എന്താണ് അവിടെ യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരുന്നത്? അവിടെ 2009 സ്കൂൾ മേടിച്ചിട്ടുണ്ട് ആ വ്യക്തി. അന്ന് തുടങ്ങി ഇയാൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മറ്റു സ്കൂളുകാർ കംപ്ലൈൻറ്റ് കൊടുക്കുക, അവർക്ക് ജോലി കിട്ടാണ്ടിരിക്കുക, അപ്പോൾ ഇവിടെ ജോലിക്ക് സാധ്യത വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇയാൾ ഒരുപാട് പരാതികൾ കൊടുത്തു. കണ്ടമാനം സ്കൂളിൻ്റെ പേരിൽ പരാതികൾ കൊടുക്കും. അങ്ങനെ പരാതികൾ കൊടുത്തിട്ട് ഇവർക്ക് സ്കൂളിന് അനുമതി കിട്ടും. അതിൻ്റെ പേരിൽ ഇയാൾ പല പല കംപ്ലൈൻറ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോഴാണ് ടീച്ചർമാർക്ക് ഇയാൾക്ക് അന്ന് 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇയാൾ പിയൂണല്ലേ. ഇയാൾ എങ്ങനെയാണ് പൈസ ഒരു പോസ്റ്റിന് ഒരുപാട് പേരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അങ്ങനെയൊക്കെയും ചെയ്തു? 10 ലക്ഷം രൂപ തുടങ്ങി 35 ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ടീച്ചർ നാട്ടുകാർക്ക് അത് അറിയാമായിരുന്നു? ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പകുതി അറിയാം. ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഞങ്ങളെ പേരിലും കേസ് കൊടുക്കും. ഇയാൾ ഒരുപാട് പൊസിഷൻ കൂടുതലല്ല, ഇയാൾക്ക് രാഷ്ട്രീയ പവർ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ 4 സെൻറ്റിൽ താമസിക്കുന്നു. ഞങ്ങളെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ? അത് മൊയ്തീമാനും സ്കൂളായിരുന്നു പണ്ടത്തെ. പിന്നെ ഒരു സെക്കൻഡ് പിന്നെ അതായത് മാനേജർ മാറി പ്രേമുമാർ സ്കൂളെടുത്ത് ഒരുപാട് തട്ടിപ്പ് നടന്നു അതിൽ. ഇങ്ങനെയാൾ എന്താ തട്ടിപ്പിൻ്റെ രീതി എന്താണ്? നമുക്കവിടെ ഗ്രൗണ്ട് വേണ്ടായിരുന്നു. നമ്മളെ മക്കളായാലും പഠിക്കാൻ ഗ്രൗണ്ട് വേണ്ടേ, അവിടെ ഗ്രൗണ്ടില്ല. ബാബു എന്ന് പറഞ്ഞിട്ടൊരു ആളായിരുന്നു, കാഞ്ഞിരപ്പറമ്പിൽ ബാബു എന്ന് പറഞ്ഞത്. അത് ഈ ടീച്ചർമാരെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായതിന് ശേഷം ഈ ആൾ സ്കൂള് അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സ്കൂൾ അയാൾ ഉപേക്ഷിച്ച് പോയി. അത് അയാൾ ഓപ്പണായിട്ട് PTA കമ്മിറ്റിയിൽ പറഞ്ഞിട്ടാണ് അയാൾ സ്കൂൾ വിട്ടിട്ട് പോയത്. എന്നിട്ട് മേടിച്ചതാണ് ഈ വ്യക്തി എന്നിട്ട് ഈ ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 സ്കൂളല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ടീച്ചർമാർ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ടീച്ചർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ടീച്ചർമാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ബാക്കിയുള്ളതിനും ഭയങ്കര. ഇതിനിടയിൽ ഒരു മിനി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ വിരമിച്ചിട്ട് ആ ടീച്ചറെ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ കുട്ടികളെ കണ്ടപ്പോൾ ഏയോ ഉണ്ടല്ലോ, ഏയോ വരുമ്പോൾ ആ ടീച്ചറെ പിടിച്ചിട്ട് ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറെ ഈ PF ഫണ്ട് ഗവൺമെൻറ് കട്ട് ചെയ്തു. ഈ ഏയോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ ടീച്ചറെ PF ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 27 ലക്ഷം വരും. ആ ടീച്ചർ ഞങ്ങളെ മുന്നിൽ വന്നിട്ട്, ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങളെ മുന്നിൽ വന്നിട്ട് ആ ടീച്ചർ ഒരുപാട് കരഞ്ഞു. ഇയാളെ റോൾ എന്താ? ഇയാളെ റോൾ എന്ന് പറഞ്ഞാൽ ഏയോ അയച്ച കംപ്ലയിൻറ്റുകൾ, സ്കൂളിലേക്ക് അയച്ച കംപ്ലയിൻറ്റുകൾ ഈ മാനേജർ പിടിച്ചു വെച്ച് ടീച്ചറെ കാണിക്കാണ്ട് വന്നപ്പോൾ ഈ ടീച്ചർക്ക് ഇപ്പോൾ ഈ PF ഫണ്ട് വിരമിക്കുമ്പോൾ PF എന്താ അവസ്ഥ? അവർ കിട്ടിയിട്ടില്ല. ഇപ്പോഴും കേസിലാണ് നടക്കുന്നത്. ഇപ്പോഴും മൊത്തത്തിലൊരു തട്ടിപ്പുകാരനാണ്. മൊത്തത്തിൽ ആള് നിസ്സാരക്കാരനല്ല ആള്. വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവർക്കും അയാൾ ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് കാര്യങ്ങൾക്കൊക്കെ ഇയാൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇയാളെ എതിർക്കാൻ പറ്റില്ല. ആ ടീച്ചർ ഞങ്ങളെ മുന്നിൽ വന്നു കരഞ്ഞു, എൻ്റെ PF ഫണ്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മുന്നിൽ വന്നു കരഞ്ഞു. കാരണം ഞങ്ങളവിടെ പഠിച്ചു വരണം. ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? എങ്ങനെ? ഭയങ്കര വിദ്യാഭ്യാസം. ഡോക്ടറാണ് എൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ ഡോക്ടർമാരാണ്. ഇതൊക്കെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചാണ്. എൻ്റെ ഇപ്പം മോള് 10ാം ക്ലാസ് 10A+ ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. ഇവിടെ 4 വരെ പഠിപ്പിച്ചുള്ളൂ. റിപ്പോർട്ട് കൊടുത്താനല്ല ഈ ഷീബ ടീച്ചർക്കെതിരെയും അതൊക്കെ. അപ്പോൾ ഈ ഷീബ ടീച്ചർ ഇതിനിടയിൽ ഒരു സംസ്കൃതം ടീച്ചറെ ഇതിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമുള്ള സ്കൂളാണത്. ഇയാളും പ്രശ്നക്കാരനാണ്. വന്നപ്പോൾ